ഒരു വലിയ പുഴയാണ് സുന്ദരിപ്പുഴ. ആ പുഴയിലാണ് നമ്മുടെ ആമക്കുട്ടന്റെ താമസം. അവൻ പുഴയിലും പുഴക്കരയിലും സന്തോഷത്തോടെ കളിച്ചുല്ലസിച്ചു കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുന്ദരിപ്പുഴയുടെ തീരത്തുള്ള വലിയ അത്തിമരത്തിൽ എന്തോ അനങ്ങുന്നതായി അവൻ കണ്ടു. അവനത് സശ്രദ്ധം വീക്ഷിച്ചു. എന്താണത്? ഓ, ഒരു കുരുവിയാണല്ലോ. അവൾ അവിടെ എന്താണ് എടുക്കുന്നത്? ആമക്കുട്ടൻ പുഴയിൽ നിന്നും കരയിലേക്ക് കയറി. എന്നിട്ട് കുരുവിയെ ശ്രമിക്കാൻ തുടങ്ങി. ഓ, അവൾ കൂടുണ്ടാക്കുകയാണല്ലോ. ആമക്കുട്ടന് കൗതുകം തോന്നി. വലിയത്രയോ കമ്പുകളും ഇലകളും നാരുകളും കൊണ്ട് ആമക്കുരുവി ദിവസങ്ങളെടുത്തു തന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ. അങ്ങനെ അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും 3 കുഞ്ഞുങ്ങളും ആ വീട്ടിൽ താമസം തുടങ്ങി. അമ്മക്കുരുവിയുമായി ആമ വളരെ പെട്ടെന്ന് ദിവസവും അവൾ പുഴക്കരയിൽ സംസാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമക്കുട്ടൻ അമ്മക്കുരുവിയുടെ വീടിനെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്! കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കാൻ തന്നെ ദിവസങ്ങളിലേക്ക് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴും അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മേൽക്കൂരൊന്നുമില്ലാത്തതിനായി നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി പതിയെ ചിരിച്ചു. എന്നാലും അമ്മക്കുട്ടൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നിങ്ങളെ പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാനവിടെ അഭയം തേടും. ഇത് കേട്ട അമ്മക്കുരുവി തന്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീടുണ്ടാക്കുന്നത്. മാത്രമല്ല എന്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതാണ്. മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എന്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചു സന്തോഷത്തോടെ കഴിയുന്നത്? അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു വലിയ വീടുണ്ടാക്കുക എന്നതല്ല, ആ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നതാണ് പ്രധാനം. അങ്ങനെ ആമയ്ക്ക് വീടിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി. അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി ഒരുപാട് കാലം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഏകാന്തമായ ഒരു മാളികയേക്കാൾ നല്ലത് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്ന കുടിലാണ്. ഇത്രയും പറഞ്ഞ് എന്റെ കുഞ്ഞിക്കഥ ഇവിടെ അവസാനം.